തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന മനോഹരമായ ഗ്രാമത്തിലെ ട്രെൻഡിങ് ആയിട്ടുള്ള 3 ടൂറിസ്റ്റ് സ്പോട്ടുകൾ സന്ദർശിക്കാനായിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യത്തെ സ്പോട്ടായ മായങ്കടവിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ മായങ്കടവിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ് ആ കാണുന്നത്, സെൻറ്റ് മേരീസ് മലങ്കര കാത്തോലിക് ചർച്ച്. മായം എന്ന സ്ഥലമാണ്. മായം കടവിൽ, ആ സ്ഥലത്തിലെ കടത്ത് കടവിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ധാരാളം ആളുകൾ എത്തിച്ചേരാറുണ്ട്. ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കഫറ്റീരിയൊക്കെ ഉണ്ട്. പിന്നെ വസ്ത്രം മാറാൻ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട്. രാവിലെ അതൊന്നും തുറന്നിട്ടില്ലെന്നേ ഉള്ളൂ. മനോഹരമായ കാഴ്ചയാണ് ഇവിടുത്തത്. കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ കഴിയും. ചെറിയ ചെറിയ തുരുത്തുകൾ കണക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ചെറിയ കുന്ന് കണക്കുള്ള സ്ഥലങ്ങളൊക്കെ. ഓരോ ഈ ജലാശയത്തിന് നടുക്കുള്ള സ്ഥലങ്ങളൊക്കെയാണ് പലതും. നല്ല പച്ചപ്പാണ്. മഴ തുടങ്ങിയ ശേഷമാണ് വന്നത്, അതുകൊണ്ടാണ് ഈ പച്ചപ്പ് കിട്ടിയത്. ഇത് രണ്ടാമത്തെ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഈ സ്പോട്ടിൻ്റെ പേര് കൂമ്പിച്ചൽ കടവ് പാലം എന്നാണ്. നെയ്യാർ ജലാശയത്തിൻ്റെ ഒരു കൈവഴിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമാണിത്. മലയോര മേഖലയിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന പാലമാണിത്. ഇവിടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതും ട്രെൻഡിങ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇത് ഓപ്പണായിട്ട് ഏകദേശം 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ രാത്രി വരപ്പോൾ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ രാത്രി വരപ്പോൾ ഇത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാത്രി കാലങ്ങളിൽ, വൈകുന്നേരങ്ങളിൽ ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇതൊരു കടവായിരുന്നു. ആ കടവിൽ നിന്ന് നോക്കിയാണ് ഇപ്പം അതിൻ്റെ അടിഭാഗമാണ് കാണുന്നത്. ഈ കൊമ്പിച്ചൽ കടവ് പാലത്തിൻ്റെ അടിഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത്. ഇതൊരു കടവാണ്. ഇതാണ് അടുത്ത മൂന്നാമത്തെ ടൂറിസ്റ്റ് പ്ലേസാണ്. ഇത് ഏറ്റവും മികച്ച ടൂറിസ്റ്റ് പ്ലേസ് ഇതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പന്തപ്ലാമൂട് പാലം എന്നാണ്. പാലമാണിത്. ഒരു ചെറിയ ഇടുങ്ങിയ പാലം, ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടി ഒരുക്കിയ പാലമാണ്. അതിൽ കൂടെ കഷ്ടിച്ചൊരു ഓട്ടോറിക്ഷ കടന്നു പോകും, പിന്നെ ഒരു ബൈക്കൊക്കെ സുഖമായിട്ട് കടന്നു പോകും. ഇവിടെയും നല്ല കാഴ്ചകളാണ് ഉള്ളത്. ഇവിടെയും വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ എത്തിച്ചേരാറുണ്ട്. ഇതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. അങ്ങനെ അമ്പൂരി എന്ന ഗ്രാമത്തിൽ 3 ഇമ്പോർട്ടൻ്റ് ടൂറിസ്റ്റ് പ്ലേസുകൾ ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു. ഇനിയുള്ള എല്ലാം കൊടുമുടികളാണ്. അത് ട്രെക്കിംഗ് നടത്തി വേണം അവിടെയൊക്കെ നമുക്ക് കയറി പോകാനായിട്ട്. ആ സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. ധാരാളം ആൾക്കാർ ഇവിടെ ട്രെക്കിങ്ങിനായിട്ട് വരുന്ന സ്ഥലമാണ് ഈ അമ്പൂരി എന്ന് പറയുന്ന ഗ്രാമം.